നമുക്ക് ഇന്നൊരു ചെറുപയർ കറി ഉണ്ടാക്കിയാലോ? ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും പുട്ടിൻ്റെ കൂടെ കടലയാണ് ഇവിടെ പതിവ്. ഇവിടെ ചെറുപയർ ആർക്കും ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഒരു കുക്കറിൽ തന്നെ മൊത്തത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രീതിയിലാണ് കേട്ടോ. കുക്കറിൽ നമുക്കെല്ലാം ഇട്ട് ഒരുമിച്ച് ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുക്കർ എടുത്തു, ചെറുപയറൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചു. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടു. പിന്നെ കിച്ചൺ കിങ് എന്ന് പറഞ്ഞൊരു മസാല പാക്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് അത്യാവശ്യം നല്ല രീതിയിലൊരു ടേസ്റ്റ് തരുന്ന സാധനമാണ് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഗരം മസാല, പിന്നെ ഉപ്പ്, ഇത്രയും കാര്യങ്ങളിട്ടു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചക്കറിയും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പച്ചക്കറി എന്ന് വെച്ചാൽ പച്ചമുളകും, തക്കാളി, ഉള്ളി, കറിവേപ്പില, വേറെ പച്ചക്കറി ഒന്നുമല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം ഇട്ടിട്ട് ഒരുമിച്ച് ഒരു 4 വിസിലിട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്, ഉള്ളി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഇട്ട് ഞാൻ വിസിലിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുട്ടുപൊടി ഒന്ന് കുഴച്ച് വയ്ക്കാം. ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് അജ്മീൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പുട്ട് കിട്ടാറുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ വിസിൽ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ചെറുപയർ, ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു പുട്ടുപൊടി ഒന്ന് കുഴച്ച് അവിടെ നനച്ച് വയ്ക്കുകയാണ്. അങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുപയറിൽ കുറച്ച് തേങ്ങ അരച്ചിട്ട് അതുകൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൂടി ഞാൻ ചേർത്തു. അങ്ങനെ നമ്മുടെ ചെറുപയർ കറി ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി കഴിച്ചു നോക്കിയാൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിതൊന്ന് തടുക്ക കൂടി ചെയ്യണം, അതായത് കടുകിട്ടിട്ടൊന്ന് വറുക്കണം. സാധാരണ മലയാളികൾ എനിക്ക് തോന്നുന്നു കടുകാണ്. ഇപ്പം ഇവിടെയെന്ന് വെച്ചാൽ കടുകിട്ടിട്ട് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ജീരകമാണ് ഇടുന്നത്. ജീരകം ഇട്ടു, പിന്നെ കറിവേപ്പില, ലേശം സവാള കൂടി ഒന്ന് വഴറ്റിയാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുന്ന എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് ഞാൻ കുറച്ച് സവാള ഇട്ടു, പച്ചമുളകൊക്കെ ഇട്ട് അത്യാവശ്യം നന്നായിട്ട് വഴറ്റി. കടുക് എല്ലാവരും കടുക് ഇടുന്നവരാണ് കൂടുതലും, പക്ഷെ ഞാൻ മിക്കവാറും കടുക് അങ്ങനെ ഇടാറില്ല, വളരെ കുറവാണ്. നമ്മൾ അധികവും യൂസ് ചെയ്യുന്നത് ജീരകം തന്നെയാണ് കേട്ടോ. ജീരകം ഇട്ടിട്ടാണ് അധികവും ഇതുപോലുള്ള തടുക്ക കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പം ഇത് ഞാൻ ചെറുപയർ കറിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പം? സൂപ്പറാണോ?